ടീച്ചർ വിളിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇവളോട് ചോദിച്ചപ്പോൾ ഇവൾ സ്കൂളിൽ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ വീട്ടിൽ. അതെ, മാത്സിൽ ടീച്ചർ അവൾക്ക് കുറച്ച് ബാക്കാണ്. കുറച്ച് നല്ല ബാക്കാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ട്യൂഷനൊക്കെ വിട്ടിട്ട് ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ജസ്റ്റ് അവൾ പാസ്സാണ്. അതെ, മാത്സ് അവൾ അത്രയ്ക്കും അവൾക്ക് ടഫ് ആയതുകൊണ്ടാണ്. അവൾ പഠിക്കാഞ്ഞിട്ടൊന്നുമല്ല, ടീച്ചർ നന്നായിട്ട് പഠിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന്. ബാക്കി വിഷയങ്ങൾക്കൊക്കെ അവൾക്ക് നല്ല മാർക്കുണ്ട്. അപ്പോൾ ടീച്ചർ ഇവിടെ ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന, ടീച്ചർ കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് ഇവിടെ ലിപ്സ്റ്റിക് ഇട്ട് വരുന്നതിന്, പൊട്ട് തൊട്ട് വരുന്നതിന്, കണ്ണെഴുതി വരുന്നതിനൊക്കെ ഭയങ്കര കംപ്ലയിൻറ്റ് പറയുന്നത്. നിനക്ക് ഇതിനൊക്കെ സമയമുണ്ട്, പഠിക്കാൻ സമയമില്ല എന്നൊക്കെ. നിങ്ങളെങ്ങനെ അങ്ങനെ പറയാം പഠിക്കാൻ സമയമില്ല എന്ന്? എൻ്റെ മോള് പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വരുന്നത് ഇപ്പോൾ ടീച്ചർ നന്നായിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടല്ലേ വന്നത്? അപ്പോൾ ടീച്ചർ ലിപ്സ്റ്റിക് ഇടാതെയോ അല്ലെങ്കിൽ പൊട്ട് തൊടാതെയോ ഒക്കെ വന്നിട്ട് കാണിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് നല്ല കുട്ടികൾ, അല്ലെങ്കിൽ നല്ലൊരു അധ്യാപിക എങ്ങനെയാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. എന്നാലല്ലേ അത് കണ്ടിട്ടല്ലേ കുട്ടികളെ പഠിക്കുള്ളൂ. ടീച്ചർ ഇങ്ങനെ വേഷം കെട്ടി വന്നാൽ അതേപോലെ വേഷം കെട്ടി തന്നെ കുട്ടികളും വരുള്ളൂ. ടീച്ചർക്ക് ഇവളോട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ടീച്ചർക്ക് എന്നെ വിളിച്ചിട്ട് പറയാം, ഇവളെന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിലൊക്കെ. ഇത് കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് പിന്നെ എന്താ പറഞ്ഞത്, ഫുൾ ടൈം ബോയ്സിൻ്റെ കൂടെയാണ് ഇവളെ സംസാരം എന്നാ? ഇതൊരു മിക്സഡ് സ്കൂളല്ലേ, ഇവളെ ക്ലാസ്സിൽ ബോയ്സ് ഉണ്ടാവില്ലേ? അവൾ ബോയ്സിനോട് സംസാരിക്കുന്നതിൽ എന്താ തെറ്റ്? ഇപ്പോൾ ടീച്ചർ ഇവിടുത്തെ ലേഡീസ് സ്റ്റാഫിൻ്റെ അടുത്ത് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഇനി ടീച്ചർക്ക് ഇതൊന്നും കാണാൻ പറ്റൂലെങ്കിൽ ടീച്ചർ ഒരു കാര്യം ചെയ്യും, വല്ല ഗേൾസ് സ്കൂളിലങ്ങ് നോക്കിക്കോ. ഇവിടെ വരുമ്പോൾ ഇങ്ങനത്തെ നിയമങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ബോയ്സിനോട് സംസാരിക്കരുത്, പൊട്ട് തൊടരുതെന്നൊന്നും. ഞാൻ ഈ കുട്ടീനെ സ്കൂളിൽ ചേർത്താൻ വേണ്ടി വരുമ്പോൾ എന്നാൽ പ്രിൻസിപ്പൾ പറയണ്ടേ ഇത്തരത്തിലുള്ള നിയമങ്ങളുണ്ടെന്ന്? എന്തായാലും ഞാൻ പ്രിൻസിപ്പളിനെ ഒന്ന് കാണട്ടെ.